മോൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അമ്മ എന്താ ഈ പറയുന്നത്? അവക്ക് ഇങ്ങോട്ട് വന്നൂടെ? വരണം, അതാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മമ്മയും മറ്റോ ഇതറിഞ്ഞ ആ വീട്ടിൽ പൊറുതി ഉണ്ടാവും ഇവൾക്ക്. ഞാൻ പോണു. മേയാൻ വിട്ടൊരു പയ്യനെ ഇന്നലെ മുതൽ കാണാനില്ല. അതിനെ തേടി പുറപ്പെട്ടതാ. മണിയേട്ടന്റെ വല്ല വിവരമുണ്ടോ? ഇല്ല മോളെ, അതോർത്ത് ആദ്യ പിടിച്ചിരിക്കുക ഞാൻ. അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന്? എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. അവൻ എന്തു പറ്റിയോ? ഓ, എന്ത് പറ്റാനാ? ഏട്ടന് പണിത്തിരക്കാവും. വാ, നീ കയറിയിരിക്കെ. വേണ്ട, ആ അസത്ത് പശു എവിടെയെന്ന് നോക്കട്ടെ. ഓടല്ലേ, നിക്ക്, നിക്കാൻ. എവിടെ കുറച്ച് വെള്ളം എടുത്തിട്ട് പാടി. കണ്ടിലും മൂക്കിലും ഒക്കെ ചെളി. ഇവിടെയെങ്ങും നല്ല വെള്ളമില്ല. പുഴ വരെ പോണം. എവിടെയൊക്കെ ഈ ചെറുതാനം കൊണ്ട് ഇതെന്തു കോലം? ആ ചെളിക്കകത്ത് എന്തുവാ? നല്ല കരടിയോ? കരിക്കിറങ്ങാൻ പറ്റാണോ? ഇനി ഒരു ചെണ്ടയുടെ കുറവേ ഉള്ളൂ. കടുവാകളിക്കാരനെ പോലുണ്ട്. ആരാടാ കടുവന്ന് വിളിച്ചത്? ആരാടാ തെണ്ടി? ചുണയുണ്ടോ? ഒന്നുകൂടെ വിളിക്കടാ, വിളിക്കടാ, വിളിക്കാൻ. ആരാടാ തെണ്ടി കടുവന്ന് വിളിച്ചത്? ആരാണെന്ന്? നീ ആർക്കടാ വേണ്ടത്? ആർക്കടാ വേണ്ടത്? ചെളി വേണമെന്ന് പറഞ്ഞ് കളിയാക്കും. ആരാരും തെളി വീഴും. ആ കണ്ണി കൊള്ളാനുള്ളത് പുരികത്തെ കൊണ്ടുവന്ന് വിചാരിച്ചാൽ മതി. പോട്ടെ, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. അങ്ങനെയും പറയാം. ദിവസവും കാലത്ത് തൊഴുത്തിന്ന് അഴിച്ചുവിടുന്ന കന്ന് കിടക്കുന്ന നാട് മുഴുവൻ മേയാൻ പറ്റിട്ടല്ലേ? അല്ലാതെ വീട്ടിനകത്തിരുന്ന് ഇതുവരെ സംഭവിക്കുമായിരുന്നോ? അതുകൊണ്ടാ കെട്ടിച്ചയക്കാൻ പറയുന്നത്. അത് പറഞ്ഞാൽ ആരുടെ ചെവിയിലിട്ട് വീഴ്ത്തൂല്ല. നീ ആരടാ അവളെ ഗുണദോഷിക്കാൻ? അവനോ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാൻ, കേട്ടോ. ആ, ദേ കേളം വന്നല്ലോ. കേളനോട് ചോദിച്ചാ സത്യം അറിയാം. എന്താ കേളം ഉണ്ടായത്? ഒരബദ്ധം പറ്റിയതാ. ഒന്ന് പൊട്ടിച്ചു അല്ലേ? വേണമെന്ന് വെച്ചല്ല. അപ്പൊ ഇവള് പറഞ്ഞത് സത്യവാ. തെറ്റുപറ്റിയതിൽ ക്ഷമിക്കണം. എന്തിന്? കേളം വെടി പൊട്ടിച്ചപ്പോ പശു ഓടി. കയറ് ചുറ്റി പിടിച്ചു നിന്നപ്പോ ഇവള് ആലോചിക്കണ്ടായിരുന്നോ പശു ഓടിയ വീഴുവെന്ന്? അങ്ങനല്ല. വിഷമിക്കാനൊന്നുമില്ല. മോന്ത ഇത്തിരി വീങ്ങിയെന്നേ ഉള്ളൂ. ഒരു പല്ലു വൽപ്പ് കളയിട്ടുണ്ട് അല്ലേ? കേളൻ ഇരിക്കെ. എടാ കുഞ്ഞൂട്ടാ, ഒരു തടുക്കെടുത്തിട്ട് കൊടുത്തേ. അല്ല, ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് കറിയതാ. ഇരിക്കുന്നില്ല. സാർ ശിക്കാരൻ ഇറങ്ങിയാണെങ്കിൽ ഇവിടെ ഈ പാടത്തും പരമ്പത്തും നടന്ന് ഒടിവെച്ച വല്ല കാക്കയും കൊക്കനൊക്കെ കിട്ടൂ. നല്ല നായാട്ടിന് കാട്ടിലേക്ക് ഇറങ്ങണം. താൻ വരുവോ? ഞാനോ? ഞാൻ ഫ്രീ അല്ലേ? ഇവിടെ കുറച്ച് ജോലിയൊക്കെ. എന്ത് ജോലി? അതെ, ഒരു 5-6 ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. അഖണ്ഡ ഭക്ഷണ യജ്ഞം. അതൊരു നല്ല ജോലിയാണ്. കേളന് കാട്ടി പോയ പോരെ, വഴി ഉണ്ടാക്കാന്ന്. അവിടെ തന്നെ മുക്കി കൊല്ലടാ ആ തീറ്റി പണ്ടാരത്തിന്. മൂന്ന് ദിവസം അന്വേഷണക്ക് ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ. ഏതെങ്കിലും ഒരു ഷോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി. അത് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ? അല്ല, ഞാനതെങ്ങനെ പറയും? എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി. അതല്ല, അവൾക്ക് ആ സാരി ഇഷ്ടപ്പെട്ടില്ല. അതെന്ത്? അതിന്റെ നിറം നീലയല്ലേ, പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത്. എന്നിട്ട് ആ സാരി എവിടെ? വെള്ളപ്പൊക്കക്കാർ കൊടുത്തു. വെള്ളപ്പൊക്കക്കാരൻ? ആ, വെള്ളപ്പൊക്കം എന്നും പറഞ്ഞ് ഓരോ വർഷം രാജസ്ഥാനിൽ നിന്ന് നോട്ട് ബുക്കുമായിട്ട് ചില ഇരപ്പാളുകൾ വരില്ലേ, അവർക്ക് കൊടുത്തു. പിന്നെ ഏത് നിറം കൊടുത്താൽ അവള് വരും? മഞ്ഞയും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം. ഇതെന്തുകൊണ്ട് താൻ നേരത്തെ പറഞ്ഞില്ല? ഇപ്പോഴല്ലേ ചോദിച്ചത്. അത് മാത്രമല്ല പ്രശ്നം, ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ. അപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്. എന്ത്? അവൾക്കൊരു സംശയം, ഷൺമുഖം അവളെ നന്നായി നോക്കുമോ എന്ന്. അവളോട് എന്റെ മുമ്പിലൊന്ന് വരാൻ പറ, ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം. ആ നോട്ടമല്ല, വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോ എന്ന്. എന്താഗ്രഹം? കാറോ, ബംഗ്ലാവോ, ആഭരണങ്ങളോ?
അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവൾക്ക് റോക്കറ്റ് കയറി സഞ്ചരിക്കണമെന്ന്. റോക്കറ്റോ? ആ, ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്കുക. അതിനെന്ത് വില വരും? ഒരു 50,000. എനിക്കറിഞ്ഞൂടാ. എവിടെ കിട്ടും? തുമ്പയിലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു. സാരി തന്നിട്ടും സിനിമയ്ക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പൊട്ടനെ അറിയാലോ, അവനെ ഇനിയും ജയിലിലേക്ക് അയക്കരുത്. എനിക്കെങ്ങും വേണ്ട അവന്റെ സാരിയും ഗാമി. എന്താടി അവനൊരു കുറവ്? കാശില്ലേ? കാണാൻ കൊള്ളൂലേ? അയ്യടാ, നല്ല ശേലല്ലേ? കാട്ടുമകൻ കണ്ണാടി വെച്ച പോലുണ്ട്. ആ വായി നോക്കി. ഓ, നിന്നെ കെട്ടാൻ ഇപ്പൊ ശിവേന്ദ്ര രാജകുമാരൻ വരും. ആ വരും. വരും. ആ മരംകോടം മണികണ്ഠനല്ലേ, അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്ന നല്ലത്. ആച്ചമ്മേ, ഈ ചെറിയ കെട്ടണ്ട, വേണ്ട. ഞാൻ കെട്ടണമെന്ന് പറഞ്ഞില്ല. എന്നെ ഇതിന് വെറുതെ വലിച്ചത്. സാരി ഞാൻ എടുത്തോളാം, അവക്ക് കൊടുത്തോന്ന് പറഞ്ഞാ മതി. കുറെ ആയി വാങ്ങിക്കൂട്ടുന്നു. മിക്കവാറും നീ തന്നെ അവനെ കെട്ടേണ്ടി വരും. ഇനി ഞാനില്ല, എന്നെ കൊണ്ട് നടക്കാൻ വയ്യ, ഞാൻ പോന്നു. അവിടെ നിക്കടാ, അവിടെ നിക്കാൻ. ഒരുങ്ങൻ മാനുണ്ട്, പുലിയുണ്ട്, മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എലിയെ പോലും കാണാനില്ലല്ലോ. കുറച്ചുകൂടെ ഉള്ളിൽ പോണം. ഉള്ളി പോണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. പുലി പോയിട്ടൊരു പൂച്ചയെങ്കിലും കണ്ടാ മതിയായിരുന്നു. കടുവ, കടുവയും പുലിയൊന്നും ഇവിടെ ഇല്ല. ചെറിയച്ഛൻ ബടായി പറഞ്ഞതാ. അതയാളുടെ വീമ്പ് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. സാറ് പുലിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ? ഞാൻ ഒരിക്കൽ ഹിമാലയത്തിന് താഴെ ഒരു കാട്ടില്, ഞാൻ ഒറ്റയ്ക്കാ, സന്ധ്യയായി കാണും. ഒരു വളവ് തിരിഞ്ഞു വരുമ്പോ 15 അടി മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല 2 പുലി. തോക്കിലാണെ ഒരു ഉണ്ടേ ഉള്ളൂ. അയ്യോ അയ്യോ പത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബുദ്ധി ഉപയോഗിക്കണം. രണ്ടും ഒന്നിച്ച് മുമ്പോട്ട് കുതിച്ചു. എന്നിട്ട് ഒരുണ്ട 2 പുലി, 2 പുലി ഒരുണ്ട്. ഈ പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എന്നെ തിന്നും, ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലി എന്നെ തിന്നും. എന്റെ അമ്മേ. ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എടുത്ത് ഞാൻ തോക്കിന്റെ മുമ്പിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു. എന്നിട്ട് ഉന്നം നോക്കി ഒരൊറ്റ വെടി. ഉണ്ട കത്തിയെ തൊട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിനും പള്ളക്കിന്ന് കയറി. രണ്ടും കൂടെ തലയും കുത്തി താഴെ. ഇതിനായിരിക്കൂല്ലേ ഒരു വെടിക്ക് 2 പുലിന്ന് പറയുന്നേ? കേട്ടിട്ട് പേടിയാവുന്നു. ഏതായാലും അധികം ഉള്ളിലേക്ക് പോണ്ട. കാട്ടാന മലയിറങ്ങണ നേരാ. ഒരൊറ്റേന ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം വിറക് വെട്ടാൻ പോയ 3 ആളെ കൊന്നു. വെറുതെ അല്ലേ ഇത് കയ്യിൽ വെച്ചോണ്ട് നടക്കുന്നത്? മർമ്മം നോക്കി കീറും ഞാൻ. നീ ഒന്ന് ചിലക്കാണ്ട് നടന്നാ മതി. അയ്യോ, ഒറ്റേനെ സൂക്ഷിക്കണം. നീ ഇങ്ങനെ ചളാന്ന് നാക്കിട്ടടിച്ചോണ്ട് നടക്കുന്നുണ്ടാ ഒരു ഈച്ച പോലും അടുത്തേക്ക് വരാത്തത്. നീ ഇവിടെ നിൽക്ക്. എരണം കെട്ടത് കൂടെ വന്നാ ഒരു കൂറ പോലും കിട്ടുകയില്ല. കാട്ടാനയുടെ മനഃശാസ്ത്രമൊക്കെ എനിക്കറിയാം. അതെ, അറിയാനേ അങ്ങോട്ട് നടക്കാനേ. ഇതാ കോമന്നാരുടെ ആനയാ. കാട്ടില് തടി പിടിക്കാൻ കൊണ്ടുവന്നതാ. എന്നാ പിന്നെ അത് നേരത്തെ അങ്ങ് പറഞ്ഞു തൊലച്ചൂടായിരുന്നു. അതല്ലേ പറയാൻ വന്നത്.